ശ്രീ പി എസ് സുപാൽ. സർ, അങ്ങേക്കും അറിയാം, കൊല്ലം ചെങ്കോട്ട ദേശീയപാത ഒരു മരണക്കെണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സാർ. ഏതാണ്ട് 7 വർഷത്തിനിടയിൽ 1000-ഓളം അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. 120-ലധികം മരണമാണ് ഉണ്ടായിട്ടുള്ളത്. സാർ, ഒരുപാട് ബ്ലാക്ക് സ്പോട്ടായി പ്രഖ്യാപിക്കേണ്ട ഏരിയയുണ്ട് സാർ. അതൊരു നമ്മുടെ ഒരു നിലവാരമില്ലാത്ത റോഡായി നിലനിൽക്കുകയാണ്. അപകടങ്ങൾ ഇനിയും ഉണ്ടായി. ഇപ്പോൾ ഈ നമ്മുടെ ശബരിമല സീസണിൽ തന്നെ 2 അയ്യപ്പ ഭക്തന്മാർ മരിക്കുകയുണ്ടായി സാർ. അത് പരിഹരിക്കാൻ അങ്ങ് മുൻകൈ എടുത്തൊരു യോഗം വിളിച്ചു ചേർക്കുമ്പോൾ അവിടെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പുനലൂർ ബൈപ്പാസ് എന്നുള്ളൊരു പ്രപ്പോസൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് യാഥാർത്ഥ്യമാക്കാൻ അപകടം ഒഴിവാക്കാൻ ഒരു ആവശ്യമായിട്ടുള്ള മുൻകരുതൽ എന്നുള്ള തരത്തിൽ ഇക്കാര്യത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചേർത്ത് ആവശ്യമായിട്ടുള്ള തീരുമാനം എടുക്കാൻ അങ്ങ് മുൻകൈ എടുക്കും. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ വളരെ ശരിയാണ്. കാരണം ഇതൊരു പഴയ റോഡാണ്. രാജാവിൻ്റെ കാലത്ത്, തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്തിന് മുമ്പുണ്ടായ ഒരു റോഡാണ്. ആ റോഡ് ഈ ചുരം കയറി വരുന്ന റോഡാണ്. ഈ റോഡിന് അടിസ്ഥാനപരമായ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ സർഫസ് വളരെ സ്മൂത്താക്കുകയും ഒരല്പം വീതി കൂട്ടുകയും ചെയ്തു. പക്ഷേ വനത്തിലൂടെയാണ് പല ഭാഗവും കടന്നു വരുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള വിസ്തൃതി വീതി കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് എന്തെങ്കിലും വലിയൊരു പദ്ധതി വന്നാൽ മാത്രമേ ഈ സ്ഥലം, റെയിൽവേയുടെ സ്ഥലമുണ്ട്, വനഭൂമിയുണ്ട്, ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഇത് വിപുലീകരിച്ചാൽ മാത്രമേ ഈ പ്രശ്നം വരാം. നിലവിലുള്ള റോഡാണ്. ഒരുപക്ഷെ സുബാലിനറിയാം, വളരെ വർഷങ്ങളായി ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന കാലത്തുണ്ടായിരുന്ന റോഡാണ്. ആ റോഡിനെ വീതി കൂട്ടി എന്നുള്ളതല്ല, ശകലം കൂടി വീതി കൂട്ടി സർഫസ് നന്നായി. പക്ഷേ യാതൊരുവിധ ശാസ്ത്രീയമായ മാറ്റങ്ങളും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെ കൂടി ക്ഷണിച്ചുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരുമായി ചേർന്നൊരു യോഗം അടിയന്തരമായി വിളിച്ചു ചേർന്നു.